3 കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ വിശ്വസിക്കുന്നു. 1, മറ്റൊരു ആണോ? ആരാ? മറ്റൊരു യേശു. 2, വേറൊരു ആത്മാവ്. 3, മറ്റൊരു സുവിശേഷം. അണ്ടർലൈൻ ചെയ്തിടണം ദൈവജനം. എന്താണെന്നറിയാമോ? ഇന്ന് ന്യൂജന്യാണെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട. ഒരുവിധപ്പെട്ട കൂട് പോലെ കുളച്ച സഭകളെല്ലാം യേശു എന്ന പേരെ ഉപയോഗിക്കുന്നു. ഈ ഇവിടുത്തെ മേലുകാവിലുണ്ടോന്ന് അറിയത്തില്ല, ഓട്ടോയുടെ പേരാ ജീസസ്. ചില ബസിന്റെ പേരാ ജീസസ്. പന്തളത്ത് എന്റെ പപ്പായും അനിയനും കൂടെ ഒരു വിസിറ്റിംഗിന് വന്നിരിക്കുമ്പോ ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. പ്രൈവറ്റ് ബസ്. ഞാൻ പറഞ്ഞതിന്റെ ആഴമേറിയ കാര്യം മനസ്സിലായോ? യേശു എന്നുള്ളത് ആർക്കും എവിടെ പേരിടാം. സ്വതന്ത്രം. പക്ഷേ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് അപ്പോസ്തലന്മാർ അവരുടെ ലേഖനങ്ങളെല്ലാം ഒന്ന് ക്രിസ്തു യേശു, അല്ലെങ്കിൽ യേശു ക്രിസ്തു, അല്ലെങ്കിൽ നസറേയനായ യേശു. യേശു ക്രിസ്തുവിന്റെ വിളിപ്പ് അല്ലെങ്കിൽ പേര് അങ്ങനെ ആയിരിക്കണം ശുശ്രൂഷയിൽ ഉപയോഗിക്കേണ്ടത്. സ്വതന്ത്രം. യേശുവിന്റെ നാമത്തിൽ ഇവിടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഏത് അഭിഷേകം? രക്തത്താൽ ജയം. ഏത് രക്തമാണ്? ഞാൻ പറയുന്നത് മനസ്സിലായോ? കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ അന്യാഗ്നി കത്തിച്ച പോലായി പോകും. ഇത് ഇന്നത്തെ ആധുനിക സഭ ഇത് തിരിച്ചറിയുന്നില്ല. പലയിടങ്ങളിൽ നടക്കുന്ന ഇതിനെല്ലാം പിന്നിൽ വേറെ ആത്മാവും വേറെ യേശു ഒക്കെയാണ്. അതേ സ്വന്തം അവർ പറയുന്നത് വായിക്കുന്നുണ്ട്. അവർ വന്നിച്ച് പറയുക, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ വിവിധ വീരപ്രവർത്തികൾ ചെയ്തു. എന്നോട് ഉണ്ടോ? നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചായി പറയുന്നത്. യേശുവിനെ ആരാ നിങ്ങൾ? ആരാ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോയി. പല മെഗാ ക്രൂസൈഡുകൾ കൺവെൻഷനുകളൊക്കെ ഇതുപോലെ വെച്ച് കെട്ടി ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറയുമ്പോൾ ഓർത്തോണം, യേശുവിന്റെ നാമത്തിലൊക്കെയാ പലതും ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് വേറെ. ദൈവനാമം ദൂഷിക്കപ്പെടുന്ന പലതുവാ അവിടെയൊക്കെ ചെയ്തു വെക്കുന്നത്. മീഡിയയിലൂടെ കാണുന്നുണ്ടല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ച, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമേ, ഈ വചനത്താൽ നീ ശുദ്ധീകരിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെട്ടു. ദൈവവൈദ്യനായി ദൈവിക അഭിഷേകം പരിശുദ്ധാത്മാവിൽ അതേ സ്വന്തം ദൈവം നിനക്ക് നൽകി ഈ ദൈവകൃപയിൽ നീ നിൽക്കുമ്പോൾ ഏതെല്ലാം സ്വാധീന മണ്ഡലങ്ങൾ വന്നാലും അതിനെ എല്ലാം അഴിച്ച കർത്താവ് പോയത്. സ്വന്തം അതിന്റെ പിശാചിന്റെ പ്രവർത്തികളെ ആഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നമുക്ക് തന്ന ഉറപ്പെടാൻ അറിയാമോ? ഇതിനാൽ ഒന്നും നീ സ്വാധീനിക്കപ്പെടരുത്. ഇതിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ മുന്നേറണം. ദൂതന്റെ പദ്ധതികൾ അവൻ കൊണ്ടുവരുമ്പോൾ അവയെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവിൽ സടകുടഞ്ഞ് എഴുന്നേറ്റ് ദൈവകൃപയിൽ മുന്നേറണം.